അപ്പോൾ നമ്മുടെ മൈസൂർ കൊട്ടാരക്കര ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. പമ്പയെന്നാണ് ലോഡ്. ശബരിമല പമ്പയെന്നാണ് ലോഡ്. പമ്പ ടു കാങ്കയം, തമിഴ്നാട് കാങ്കയം. ഞാൻ പോയിക്കൊണ്ടിരിക്കുക, പമ്പയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൈപ്പത്തൂർ കഴിഞ്ഞ് പോയിക്കൊണ്ട് റോഡൊക്കെ അടിപൊളി റോഡാണ്. ഇതിപ്പോൾ മൈലപ്പുറം ടൗണിലെത്തിക്കാം. രണ്ട് വഴിയുണ്ട്. ഈ താഴത്തെ വഴി കൂടെ പോവാം, ഇതിലേയും പോവാം. ഇതിലേ പോവാം. അവിടെ പൈനാപ്പിളിൻ്റെ കൃഷിയെല്ലാം ഉണ്ട്. ഇനിയൊരു 26 കിലോമീറ്റർ കൂടെ പമ്പയിലെത്തും. ഈ സ്ഥലത്തിൻ്റെ പേര് ഡിപ്പോ പാടി. എന്തെല്ലാം പേരാല്ലേ. ഡിപ്പോ പാടി. ഇത് വൈക്കം ബ്ലോക്ക് പാടി. വൈക്കം അപ്പോൾ നമ്മളിപ്പോൾ റാന്നി വഴി പോയിക്കൊണ്ടിരിക്കാം. ഗിയറും മാറ്റണം, ഹോണും അടിക്കണം, ക്യാമറ പിടിക്കണം. എന്താ ചെയ്യുക? നമ്മൾ പ്ലാച്ചേരി എത്തി. കോട്ടയം, പൊൻകുന്നം, മണിമല, എരുമേലി. ഇതാണ് എരുമേലി പേട്ടതുള്ളത്. ശബരിമലക്ക് പോകുന്ന ആൾക്കാരോട് ഇതാണ് എരുമേലി പേട്ടതുള്ളൽ.
ശബരിമലയത്ത് തേങ്ങയാണ് ലോഡ് കയറ്റുന്നതിന് മുമ്പേ അവിടുന്ന് വെയിറ്റ് ചെക്ക് ചെയ്യണം. വണ്ടീൻ്റെ കാല് വെയിറ്റ് എനിക്ക് വെയിറ്റ് ചെക്ക് ചെയ്യണം. അതിന് പോയിക്കോണ്ടിരിക്കാം. എന്നിട്ട് തിരിച്ചും കൂടെ തന്നെ വരണം. ഇവിടെ തന്നെയാണ് 1 കിലോമീറ്റർ 750 മീറ്ററേ ഉള്ളൂ. 2 മിനിറ്റ് ഉണ്ട്. കൊരട്ടി എത്തി. കൊരട്ടി ഇത് കണ്ടോ, അവിടെ കൊപ്ര പെറുക്കുന്ന ആൾക്കാർക്ക് തലയിലിടാൻ ഉള്ള ഹെൽമെറ്റാ എൻ്റെ കയ്യിൽ തന്നു വിട്ട് ഒരിക്കൽ കൊടുക്കാനേ. 5-6 ഉണ്ട്. ഇതാണ് ബാവരസ്വാമി ടെമ്പിൾ അല്ലേ? വേട്ടതുള്ളലാണ്. പോലീസുകാരെന്നെ തന്നെ നോക്കണ്ടേ. അഞ്ച് മണിക്ക് വന്നിട്ട് 8 മണി വരെ അവിടെ പോസ്റ്റായി. ഒരു പാസ് ശരിയാവാനുണ്ട് ഉള്ളിൽ കയറണമെങ്കിൽ. അതിപ്പോഴാണ് ശരിയായത്. പേട്ടത്തുള്ള മലയാളീസ് ആരും വന്ന് തുടങ്ങിയില്ലല്ലോ. എണ്ണന്മാരുണ്ട്. വൈകുന്നേരം 4 മണിക്ക് എരുമേലി എത്തിയതാണ്. അവിടെ നിന്നൊരു പാസ് ശരിയായിട്ട് പമ്പയിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽപ്പിച്ചതാണ്. 8 മണി വരെ അവിടെ നിന്ന് 8 മണിക്ക് പമ്പയിലേക്ക് വിട്ട്. പോകുന്ന വഴിക്കിൽ പിന്നെ വിളിച്ചിട്ട് പറയാം, ഇപ്പം അങ്ങോട്ട് പോകണ്ട, അവിടെ എവിടെയെങ്കിലും സൈഡാക്കിക്കോ, അവിടെ ഓൾറെഡി 3-4 വണ്ടികളുണ്ട്, അത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ, അല്ലേ പെട്ടു പോകുന്നു. എന്ത് കാട്ടാനാ, ഈ കാട്ടുവഴിയിലൂടെ നിർത്തിയിട്ടുണ്ട്. KSRTC ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാണ്ട് വേറൊരു അനക്കം ഇവിടെ ഇല്ല. ഫുൾ സൈലൻറ്റ്. 12 മണിയായി. ഇപ്പോൾ അവരെ പണിക്കാരെ കുറേ ഹെൽമെറ്റും തന്നിട്ടുണ്ട് കയ്യിൽ. അതും ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. KSRTC ഇങ്ങനെ മിനിറ്റിന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താവും അറിയില്ല. ഇവിടാണ് റേഞ്ചും കുറവാണ്. നോക്കാൻ എന്തായാലും. അങ്ങനെ രാവിലെ ആയി. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെയാണ് വണ്ടി ഇട്ടത്. ഫുള്ള് കാട്, ചുറ്റും കാട്, നല്ല റോഡാണ്. പമ്പക്കിന് ഒരു 2.5 കിലോമീറ്റർ കൂടെ ആയി.
ഇഷ്ടം പോലെ KSRTC ഇങ്ങനെ പോയിക്കോണ്ടിരിക്കാം. രാത്രി ഇന്നലെ നമ്മളിവിടെ ഒറ്റയ്ക്ക് 1-2 വട്ടം പോലീസുകാർ വന്നിങ്ങനെ മുട്ടിയേ വണ്ടിക്ക്. പമ്പയിലേക്ക് പോകാനുള്ള വണ്ടിയെന്ന് പറഞ്ഞപ്പോൾ പിന്നൊന്നും പറഞ്ഞില്ല പോലീസുകാർ. അവിടുന്ന് ആടത്തെ തേങ്ങ എടുക്കാൻ പോകുന്ന വണ്ടിയെന്ന് പറഞ്ഞോണ്ടേ പിന്നൊന്നും പറഞ്ഞില്ല. നമുക്ക് ഇവിടുന്ന് പല്ല് തേക്കാം. ഇവിടെ ചെറിയൊരു അരുവി മാതിരി ഒരു സാധനമുണ്ട്. വെള്ളം പാറ കെട്ടുന്ന വെള്ളം വരുന്നുണ്ട് അവിടെ. അവിടെ നിന്ന് പല്ല് തേക്കാം. കാപ്പി ഇട്ടല്ലോ, എന്നിട്ടൊരു കാപ്പി വേണം ഇടാം. ഇതാണ് വെള്ളം പെട്ടി. വാവ്, നൈസ് നൈസ്. വണ്ടി ഒന്ന് അവിടെ പുലിയേറ്റം പിടിക്കുക. പുലിയേറ്റം വരുവാ. അയ്യോ, അങ്ങനെ പല്ലേപ്പ് കഴിഞ്ഞു. നല്ല സെറ്റപ്പ് വെള്ളം, തണുത്ത് വെള്ളം ആണെ കുടിക്കും. അത് അത്രയും നല്ല വെള്ളം. അയ്യോ അമ്മച്ചി. കുറച്ച് ദിവസങ്ങളായിട്ട് ഇതാണ് നമ്മുടെ വീടും റൂമും എല്ലാം. ഇത്രയും സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ഇതുവരെ ഹെൽമെറ്റ് എല്ലാം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. ഇവിടെ നല്ല സുഖമായിട്ട് രണ്ടൊക്കെ കിടക്കാം. AC എല്ലാം ഉണ്ട്. AC എല്ലാം പക്ക വർക്കിങ്ങാ. പിന്നെ ഇതാണ്ട് ഇവിടെ ലൈറ്റ് രാത്രിക്ക് ഡ്രസ്സെല്ലാം അറിയിടാനുള്ള ചെറിയ സെറ്റപ്പ് അവിടെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഫാനുണ്ട് ഇവിടെ. ഇത് ഈ നെയ്ത്തേങ്ങക്കാരെ പണിക്കാർ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നെയ്ത്തേങ്ങക്കാരെ പണിക്കാരുടെ ഹെൽമെറ്റാണ്. ഇത് വെച്ചിട്ടാണ് അവർ പണിയെടുക്കുള്ളൂ. അല്ലേ തല പൊളിയും. അവിടെ എത്തിയാൽ കാണാം അവസ്ഥകളെല്ലാം. ഇനി എപ്പോൾ അങ്ങോട്ട് വിളിക്കാമെന്നൊന്നും അറിയില്ല. KSRTC ഇങ്ങനെ ഈ കാട് പോകുന്നുണ്ട്, വരുന്നുണ്ട്. പമ്പയിലേക്ക് പോകാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. വിശക്കൊന്നും ഉണ്ടേ. തൽക്കാലം നമുക്ക് ഒരു കുറ്റി പുട്ടുണ്ടാക്കാം. സെറ്റപ്പെല്ലാം ഉണ്ട്, എവിടെയെല്ലാം ഉണ്ട്. പക്ഷേ തേങ്ങയില്ല. ഞങ്ങൾ അഡ്ജസ്റ്റ് ആക്കി ഉണ്ടാക്കാം. പാത്രങ്ങളെല്ലാം ഒന്ന് അവിടെ നിന്ന് കഴുകിയിട്ട് വരാം. സെറ്റപ്പ് പരിപാടിയായി.
കഴുകി കഴിഞ്ഞു. രണ്ട് മുറി പുട്ടിനുള്ളത് മതി, അളവൊന്നും അറിയില്ല, ഇടുന്നുണ്ട്. മതിയാവൂലേ? മതി. ഞങ്ങൾക്ക് ഉപ്പ് വെള്ളം ഉണ്ടാക്കാം. ഇതാണ് ഉപ്പ് വെള്ളം. അങ്ങനെ വിട്ടുപിടി സെറ്റായി. ഇനി ഇതിൻ്റെ അകത്തേക്ക് നിറക്കണം. തേങ്ങയില്ല, തേങ്ങക്ക് വേറെ നമ്മൾ വേറെ സാധനം, വെറൈറ്റി സാധനം ഇടാൻ പോകുന്നത്. പരിപ്പ് ഇടാൻ പോകുന്നത്. കുറച്ച് പരിപ്പ് എടുക്കുക, ആദ്യം ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇടുക. കണ്ടു പഠിച്ചോ? ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ. അടുത്ത തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. കുറച്ച് കൂടി ഇടാം. ഇട്ട് കഴിഞ്ഞു. ഫസ്റ്റത്തെ ലെയർ കഴിഞ്ഞു. പരിപ്പിട്ട് കുറച്ചുകൂടി ഇടാം. പൊടി കൂടിപ്പോടാ, ഇത്ര പൊടി വേണ്ടതിന്. പൊടി കുറച്ച് കൂടിപ്പോയി. ഇനി അടുത്ത ലെയർ പരിപ്പിടാം. പരീക്ഷണമാണ് കേട്ടാ, ഒന്നും വിചാരിക്കണ്ടാരും. നമ്മളിങ്ങനെല്ലാം തന്നെ. പുക വരുമോ അറിയില്ല, വന്നാ വന്ന്. ഇത് മതി. ഭംഗിക്ക് കുറച്ച് മേലെ എങ്കിലും ഇട്ടേക്കാം. ചായക്കുള്ള വെള്ളം ഇത് തന്നെ വെച്ചാലോ? എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇനി തീ കത്തിക്കാം. കുറേ ദിവസമായി ഗ്യാസ് ഉപയോഗിക്കാത്ത. ഗ്യാസ് ഉണ്ടോ? ഗ്യാസ് ഉണ്ട്. അത് കത്തി. ഇത്ര തീ വേണ്ടല്ലേ? ഇത്രയും പെട്ടെന്ന് പരിപാടി സെറ്റപ്പ് ആക്കണം. അവിടെ നിന്ന് കോള് വന്നിട്ടുണ്ട്. വരുമായിരിക്കും. എന്തായാലും പറ്റിയ സ്ഥലത്താണ് നിർത്തിയത്.
എന്തായാലും പുക വരട്ട്. അങ്ങനെ മിഷൻ സക്സസ്, പുക വന്നു. ഇനി കുത്തിയിട്ടെ. പൊയ്ക്കോ കിട്ടാവണേ. വാവ്, സെറ്റപ്പ് കിട്ട്. കണ്ട നല്ല സെറ്റപ്പ് കിട്ടല്ലേ. ഈ തേങ്ങയില്ലാന്ന് വിചാരിച്ചിട്ട് പുട്ടുണ്ടാക്കാണ്ട് കണ്ട. പുതിയ ഐഡിയ സെറ്റപ്പ് ആക്കിക്കണേ. പരിപ്പ് പുട്ട്. ചായ ഉണ്ടാക്കാൻ സമയമില്ല, മൂപ്പര് വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് അങ്ങോട്ട് പോകണം. ഇച്ചിരി പഞ്ചാര ഇട്ടിട്ട് അങ്ങോട്ട് കഴിക്കാം. പഞ്ചാര കുടിച്ചോ മതി. അതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കാം. ഇരിക്കണ്ടേ. അങ്ങനെ കഴിച്ച് പുട്ടൊക്കെ കഴിച്ച് അവിടെ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ. കിച്ചൺ ബോക്സൊക്കെ അടച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. KSRTC സ്റ്റാൻഡ്. അങ്ങനെ നമ്മൾ പമ്പയിലെത്തി. സ്വാമിമാർ പോകുന്ന വഴിയായതല്ലോ. ഇവിടുന്ന് ഒരാൾ വണ്ടി കയറാന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ താഴത്തോട്ട് നിൽക്കുന്നുണ്ട്. അവരെ കയറ്റണം ഇനി. ഈ ലോഡ് കുറച്ച് ടാസ്ക്കുള്ള ലോഡാണ്. പമ്പയിലേക്കെത്തി മേലേക്ക് കയറി. ഈ ട്രാക്ടറൊക്കെ മാറ്റിയിട്ടാണ് അവിടെ റിവേഴ്സ് വെച്ചെടുക്കുക. അവർ മലക്ക് പോകുന്ന വഴിയായിരിക്കും. നമ്മൾ
വണ്ടി എൻ്റെ മോനെ ഇവിടെ കയറ്റിയിടാൻ ആമ്പട്ട പാട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് വഴി ഇങ്ങോട്ട് കയറാം. വിചാരിക്കുന്ന പോലല്ല, വീഡിയോയിൽ അങ്ങനെ സെറ്റപ്പായിട്ടൊന്നും കാണുന്നില്ല. ഇത് കുഞ്ഞു വഴി അതിനകത്ത് അവിടെ തട്ടം നോക്കണം, അവിടെ തട്ടുന്ന നോക്കണം. മുന്നേ വന്ന വണ്ടികളിൽ എല്ലാം ഇടിച്ചിട്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെ താഴത്താണ് പമ്പ നദി. ഇത് ഹോസ്പിറ്റൽ, അതിൻ്റെ അപ്പുറത്താണ് പമ്പ റിവർ. അതിലും വഴിയുണ്ട്. ഞാനൊന്ന് അമ്പലത്തിലൊക്കെ കയറി വന്ന്. ഇത് സന്നിധാനത്ത് നിന്ന് കൊണ്ടുവരുന്ന കൊപ്രയാണ്. നമ്മുടെ ലോഡ് എന്താണെന്ന് പറഞ്ഞിട്ടില്ലല്ലേ. ഇവിടെ നെയ്ത്തേങ്ങ ഇല്ലേ, നെയ്ത്തേങ്ങേൻ്റെ കൊപ്രയാണ് നമ്മളെ ലോഡ്. പമ്പയിൽ എറിഞ്ഞു പൊട്ടിക്കുന്ന തേങ്ങേൻ്റെ ലോഡും കൊപ്രയുണ്ട്. പിന്നെ സന്നിധാനത്ത് എറിഞ്ഞു പൊട്ടിക്കുന്ന തേങ്ങയുടെ കൊപ്രയുണ്ട്. ഇത് സന്നിധാനത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ട്രാക്ടർ വഴിയെ കൊണ്ടുവരാൻ കഴിയും. ഈ ചെറിയ ട്രാക്ടറിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് കയറ്റണം വണ്ടിയിലേക്ക്. ഇതിൻ്റെ പിറകിൽ തന്നെ വേറെ സ്ഥലമുണ്ട്, അവിടെ നിന്ന് കയറ്റുന്നുണ്ട്. ഇനി ഈ ചാക്കും കൂടി എടുത്തിട്ട് കയറ്റും. ഇങ്ങനെ കുറേ ട്രാക്ടർ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റി തുടങ്ങി. 2:30 ഇത് നേരെ സന്നിധാനത്ത് നിന്ന് കൊണ്ടുവരുന്നു കൊപ്ര. ഇങ്ങനത്തെ ട്രാക്ടറിലാണ് കൊണ്ടുവരിക. ഇവിടുന്നുണ്ട്, ഇവിടുന്ന് തേങ്ങ അടക്കുന്നത് അവിടുന്ന് അവിടുന്ന് കളക്ട് ചെയ്യും. ഞാൻ കൊണ്ടുവന്ന ഹെൽമെറ്റെല്ലാം ഇവിടെ അങ്ങനെ ഏകദേശം ലോഡ് ഫുള്ളാവാനായി. സമയം 4 മണി, വൈകുന്നേരം 4 മണി. ഇതാണ് അയ്യപ്പന്മാർ പോണ വഴി. തൊട്ട് താഴെ പമ്പാ നദിയാണ്. പമ്പാ നദി. അയ്യപ്പന്മാർ പോകുന്ന കാഴ്ചയാണ്. ഹരിപ്രിയാണ് കുട്ടികളത്. കുട്ടിയുടെ അമ്മ രാധ പോലീസ് കൺട്രോൾ റൂമിൽ വെയിറ്റ് ചെയ്യുന്നതിനായിരുന്നു. സ്വാമി ശരണയ്യപ്പ, സ്വാമി ശരണം. കൊച്ചുവണ്ടി റേഷറില്ലേ ഇപ്പോൾ നമുക്ക്? കൊച്ചുവണ്ടി റേഷർ. അങ്ങനെ ലോഡ് ഫുള്ളായി, നമ്മൾ പോവാ. മധ്യാഹ്നം പറ്റി മറ്റവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കമ്പയിലെ ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി കിടക്കുന്നുണ്ടോ? എത്ര ആയിരുന്നു? 76, 77 അല്ലേ? നോക്കാം. അങ്ങോട്ട് വിളിക്കാം. ഇപ്പം അടുത്ത വണ്ടി മറ്റേ വണ്ടി ഇവിടെ പിടിച്ചിട്ട് അതാണ്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്നാലും ഇവിടെ എവിടെങ്കിലും ഇടാനും എവിടെ ഇടുമെന്ന്. ഇതാണ് പമ്പയാറ്. പുള്ളി നേരത്തെ വന്നായിരുന്നു നോക്കിയും ഞാൻ പറയാം. ആണോ? ഞാൻ വിളിക്കാന്നില്ല, ഇവിടുന്ന് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ. എത്താറാകുമ്പോഴത്തേക്ക് വിളിക്കാം. എവിടെ റൂമില്? നമുക്കത് ചെറിയ കയറ്റം കയറി നോക്കിയിട്ട് നോക്കാം. ഈ കയറ്റം ഒന്നുമല്ല, അത് ഏത് കയറ്റങ്ങൾ പറഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങോട്ട് വലിയ പ്രതിമ എടുത്തിട്ട് ഇറങ്ങി വന്നില്ലേ? അത് നമുക്ക് നോക്കി കയറ്റാം. അതല്ല, സ്വാമിമാര് എപ്പോഴും തിരക്കായതുകൊണ്ട് ചവിട്ടണ്ടി വരും വണ്ടി. അതാണ് വിഷയം. ഹോണടിച്ച് ഫുള്ള് ഹോണടിച്ചങ്ങ് പോയാൽ മതി കേട്ടോ. എരുമേല് വരെ ഈ ഏട്ടനും ഉണ്ടാവും കൂടെ. പേര് പറഞ്ഞോടക്ക്.
അജയൻ. ആ അജയേട്ടൻ എനിക്കറിയാട്ടോ. ഞാൻ പിന്നെ ഈ side ആട്ടോ, ഈ side. അതെന്താ വെള്ളം ചീറ്റുന്നവര്? തീ പിടിച്ചോ? തീ പിടിച്ചതല്ല. ചൂടൊക്കെ അടിച്ചോണ്ടായിരിക്കും വെള്ളം നനച്ചു കൊടുക്കുമായിരിക്കും. അവിടെ നിന്ന് ചവിട്ടിയിട്ടേ നല്ല രീതിയിൽ 2 ഹോൺ അടിക്കണം, എന്നിട്ട് കേറാവേ. സാമിയാര് മാറത്തില്ല ഇവിടെ അല്ലേ? നല്ല രീതിയിൽ ഹോൺ അടിച്ചാൽ പോയാൽ മതി, കുഴപ്പമില്ല. ഹോൺ അടിച്ചോ. നമ്മളെ ഫോൺ മറ്റേ ഹോൺ അടിച്ചാൽ പോലീസുകാരെ സീനാക്കുവോ? ഈ ഹോണാണ്. അത് മതി, അടിച്ചാൽ മതി. നല്ല ഞെക്കി പിടിച്ചോ. ഇവിടുത്തെ KSRTC സ്റ്റാൻഡല്ലേ? നിങ്ങളിവിടെ കുറേ ആയോ? 6 വർഷമോ? 6 വർഷം. പക്ഷെ ഞാനിവിടെ അല്ല നിർത്തിയത്, ഞാൻ ആ കാട്ടിലാണ് നിർത്തിയത്. അവിടെ ആ ബെൻഡിൽ കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ ആ വണ്ടിയിൽ എന്തോ പണിയായി കിടക്കുന്ന. വെള്ളം കൊണ്ടുവന്നോണ്ടി പറഞ്ഞോ. നിലക്കലായി, നിലക്കൽ കണ്ടില്ല. വരുന്ന വഴി എങ്ങും കണ്ടില്ല. വരുന്ന വഴി എങ്ങും വണ്ടി കണ്ടിട്ടില്ല. റോഡ് സൈഡിൽ എങ്ങും വണ്ടിയില്ല. ഇല്ല ഇല്ല. എന്നാലും ഫുള്ള് റേറ്റ് ഇല്ലാത്ത ഭാഗത്താണെന്ന് നമ്മൾ ഉറപ്പാണ്. കാര്യം വിളിച്ചു, ഞാനും ഒരുപാട് വട്ടം വിളിച്ചു. ഇപ്പൊ നമ്മൾ നിലക്കലെത്തില്ലേ? നിലക്കൽ താഴെക്കൂടെ തന്നെയല്ലേ? ഇത് തന്നെയല്ലേ? അത് പോയെടുത്തു. അങ്ങനെ ലോഡ് ഫുള്ളായി വീണ്ടും എരുമേലിക്ക് വന്ന് വെയിറ്റ് ചെക്ക് ചെയ്ത് അതിന് ഫുഡും കഴിച്ചിട്ട് നല്ല വിടണം. അങ്ങനെ സമയം ഏറെയായി. അജയേട്ടൻ അവിടെ എരുമേലി ഇറങ്ങി. മൂപ്പര് അവിടുത്തെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണ്. ഇവിടെ നല്ല കമ്പനിയായി ഏട്ടനായിട്ട്. അപ്പോൾ മൂപ്പരവിടെ ഇറങ്ങി, ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി. ഇനി അങ്ങനെ ഒരേ പോക്കന്നെ. വലിയ ക്ഷീണമൊന്നുമില്ല, അതുകൊണ്ട് രാത്രി പരമാവധി ഓടി തീർക്കണം. രാത്രി ഓടാൻ കഴിയുന്ന അത്ര എന്തായാലും പകൽ ഓടാൻ കഴിയില്ല. അതുകൊണ്ട് രാത്രി പരമാവധി ഓടി തീർക്കണം. ഇപ്പോൾ വണ്ടികളൊന്നും കുറവാണ്. അങ്ങനെ രാവിലെ രാത്രി കുറേ ഓടി ഓടി നെല്ലാഴിയൊക്കെ എത്തിയപ്പോൾ ഉറക്കം വന്നു. നല്ല ഉറക്കം വന്നപ്പോൾ കുറുമാലി നിർത്തി ഉറങ്ങി ഞാൻ. 5 മണി 5:30 പിന്നെ എണീക്കുന്നത്. അപ്പോൾ തന്നെ വണ്ടി എടുത്ത് വിട്ടു. ഇപ്പോൾ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് അറിയില്ല. പോയിക്കൊണ്ടുക. പുതുക്കാട് എത്തി. പുതുക്കാട് ഏതെങ്കിലും പമ്പിൽ നിർത്തി ഫ്രഷ് ആവണം, ചായ കുടിക്കണം, പിന്നെയും വിടണം. മറ്റേ വണ്ടിക്കാരൻ പറയും തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ കുറച്ച് മുന്നേ പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഓടി പോകണമെന്ന് പറഞ്ഞു. ടോളെത്തി. ടോളിലൊരു 300 രൂപ പെട്ടിട്ടുണ്ട്. ഇവിടുന്ന് എത്രയാണോ പിടിക്കുക അറിയില്ല, നോക്കാം.
പൈസ ആ കട്ടായി നോക്കാം. പിന്നെ നോക്കാം. അങ്ങനെ നമ്മൾ കുതിരാൻ ടണലിലെത്തിക്കാൻ വേണ്ടി തുരങ്കത്തിലേക്ക് കയറാൻ പോവാ. രാത്രി ഇതിൽ പോവാൻ നല്ല നല്ല രസമായിരിക്കും. ഒരു എക്സിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞു. സൂര്യൻ പൊട്ടി എന്നാ ഇപ്പോൾ ഈ അടുപ്പിൽ അടുത്ത ടോൾ ഗേറ്റ് വന്നിട്ടുണ്ട്. ഈ ടോൾ ഗേറ്റിലും പോലീസുകാർക്കും കൊടുത്ത് തീരുമെന്നാ തോന്നുന്നു വാടക. എന്താ ചെയ്യലേ? എന്തുവാ എന്താ പൊങ്ങാത്തെ? എന്നാ ബാലൻസ് ഉണ്ടല്ലോ, ബാലൻസ് ഉണ്ടല്ലോ. പൊങ്ങിയാ ടോളിലെല്ലാം ഭായിമാരെ വെള്ളയാട്ടാ. എന്താല്ലേ നമ്മളെ ലോ ബാലൻസിന് അത് റീചാർജ് ആക്കി അവിടെ ഒരു 2 മിനിറ്റ് അവിടെ പോയി. നല്ലൊരു ബ്ലോക്ക് തന്നെ ഞാൻ ഉണ്ടാക്കി എൻ്റെ ലൈനിൽ. ഇവിടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഇവിടെ നിർത്തിയിട്ടില്ല. ടോളിന് പൈസ കൊടുത്തിട്ടുണ്ട്. സാഹചര്യമായി ഞാൻ ഇവിടെ നിർത്താൻ തോന്നുന്നില്ല. ഹൈവേന്ന് ഇപ്പോൾ റോഡിലേക്ക് കയറിയിട്ടുണ്ട്.
ചാർജ് മുഴുവനും കഴിഞ്ഞു പോയി. അതുകൊണ്ട് തമിഴ്നാട് കയറിയത് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെ എത്തി ചാർജ് ആക്കിയതാണ്. സൈറ്റിലെത്തി ഇവിടെ അൺലോഡാക്കുക. ഇവിടെയൊക്കെ ഫുള്ള് കൊപ്രയായിരിക്കും. അതുകൊണ്ട് അങ്ങോട്ടുള്ള ഫുള്ള് കൊപ്രയാണ്. ഞാനിപ്പോൾ വരുമ്പോൾ വേറെ 2 വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഫസ്റ്റ് ഒരു ഇവിടെ ഇട്ടിട്ട് ഒന്ന് ഉണങ്ങിയിട്ട് ഇവിടത്തേക്ക് മാറ്റും. അങ്ങനെയാണ്. നല്ല വെയിലാണ്. 0 കോസ്റ്റിൽ കൊപ്രയായി കിട്ടും തേങ്ങ ഇവിടുന്ന്. ചിലവില്ല ഇവിടെ. അങ്ങ് ലേബറിൻ്റെ ചിലവല്ലാണ്ട് വേറെ ഒന്നുമില്ല. മെഷീനറി ഇല്ല, ഒന്നുമില്ല. വിരിഞ്ഞ വെയിൽ. ഇവിടെ വന്ന വഴി ഇതാണ്ട്. അതാ ചെറിയൊരു വഴിയാണ്. ஒரு குட்டுக்கு மாறி கேத்தா ഈ സാധനം കൂടി ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം. പുതിയൊരു ലോഡ് നമുക്ക് വീണ്ടും കാണാം.